യുഗപ്രവാചകനായ, ഓരോ കാലഘട്ടത്തിൽ സമൂഹം അധപ്പതിക്കുകയും അധമത്വത്തിലേക്കും ജാതി വ്യവസ്ഥയിലേക്കും വർണ്ണവ്യവസ്ഥയിലേക്കൊക്കെ പോകുമ്പോൾ, വർണ്ണവ്യവസ്ഥയുടെ ദുഷിപ്പിലേക്ക് പോകുമ്പോൾ, കാരണം വർണ്ണവ്യവസ്ഥ നല്ലതാണ്, ദുഷിപ്പാണ് പ്രധാനം, അതിലേക്കൊക്കെ പോകുമ്പോൾ കൃത്യമായി യുഗപുരുഷന്മാർ, യുഗവര്യന്മാർ, യോഗീശ്വരന്മാർ ഭൂമിയിൽ പിറക്കാറുണ്ട്. അതിൽ വലിപ്പച്ചെറുപ്പമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമികൾ, തൈക്കാടയ്യാഗുരു, വൈകുണ്ഠസ്വാമികൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളവർ, ശ്രീകൃഷ്ണൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത്, ശ്രീബുദ്ധൻ, ഇങ്ങനെ യേശുദേവൻ, ആദിശങ്കരൻ, അങ്ങനെ ഒത്തിരി ആളുകളെ നമുക്ക് ആ പരമ്പരയിൽ പറയാം. ഒന്നുകിൽ അത് മതമായിരിക്കും, അല്ലെങ്കിൽ ജാതിയായിരിക്കും, അല്ലെങ്കിൽ ഇതിലൊക്കെ അതീതരായിരിക്കും. ഏതായാലും മഹാരഥന്മാർ ഇങ്ങനെ വരും. അവർ മഹത് ഘോഷങ്ങൾ പറയുകയും ചെയ്യും. മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുന്നു, യേശുവിനെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ട്, കൃഷ്ണനെക്കുറിച്ച് അങ്ങനെ ഒത്തിരി ആളുകളെ വന്ന് ഭൂമിയിൽ പ്രബോധനങ്ങൾ നടത്തിപ്പോയതായി പറയുന്നു. എന്തായാലും കേരള സമൂഹത്തിൽ ജനിച്ചതിൽ ഏറ്റവും അഗ്രഗണ്യനായി നിൽക്കുന്ന ഒരു രണ്ടാം ആദിശങ്കരൻ, ചില ഘട്ടങ്ങളിൽ ഒന്നാം ആദിശങ്കരൻ എന്ന് തന്നെ പറയാൻ കഴിയുന്ന അത്രമാത്രം പ്രായോഗികമായ കാര്യങ്ങൾ കേരള സമൂഹത്തിൽ കാഴ്ചവെച്ചിട്ടുള്ള ഗുരുദേവൻ്റെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി ദിനമാണിന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ജാതി ചോദിക്കരുത്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറയുന്ന വലിയ കാഴ്ചപ്പാടുകൾ, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന് പറയുന്ന ഓരോ മനുഷ്യൻ്റെയും വ്യത്യസ്ത തലങ്ങളിൽ, ബാല്യം മുതൽ കൗമാരവും യൗവനവും, പിന്നെ അതുപോലെ ഗൃഹസ്ഥാശ്രമവും ബ്രഹ്മചര്യവും ഗൃഹസ്ഥാശ്രമവും വാനപ്രസ്ഥവും സന്യാസവും സീനിയർ സിറ്റിസണാവും, എല്ലാം ആണും പെണ്ണും പുരുഷനും സ്ത്രീയും കുട്ടിയും കുറുമാലും എല്ലാവരും എങ്ങനെ ജീവിക്കണമെന്ന്, എങ്ങനെ കല്യാണം നടത്തണമെന്ന്, എങ്ങനെ കുഞ്ഞുങ്ങളുടെ സൃഷ്ടി നടത്തണമെന്ന്, അതെപ്പോൾ വേണം, ഓരോ കാര്യത്തിൽ മനുഷ്യ ജീവിതത്തിൽ ഇത്രയും പ്രായോഗികമായ ഒരു മെനു തയ്യാറാക്കിയിട്ടുള്ള, വളരെ പ്രായോഗികമായ ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കിയിട്ടുള്ള, ഒരു പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സന്യാസി വര്യൻ ഈ ഭൂമുഖത്ത് കാണില്ല. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവനെക്കുറിച്ച് പഠിക്കും തോറും കൂടുതൽ പഠിക്കേണ്ടി വരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കുമ്പോൾ, അദ്ദേഹം ഒന്നും പറഞ്ഞുകൂടാ, ഗുരുദേവനാണ്. ഗുരുവിൻ്റെ കവിതകൾ വായിക്കുമ്പോൾ, ഗുരുവിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഓരോ ആശയത്തിലും 1000 ആദർശം ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ മനോഹരമാണ്. ആ ഗുരുദേവൻ്റെ ജയന്തി ആഘോഷിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. എന്തിനാണ് ഈ മഹാരഥന്മാർ ഭൂമിയിൽ വന്നിങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്? എൻ്റെ വിഗ്രഹം വയ്ക്കരുത് എന്ന് പറഞ്ഞ ഗുരുദേവൻ്റെ വിഗ്രഹം നമ്മൾ വയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരു പരിമിതിയായിരിക്കാം അത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സങ്കടമായിരിക്കാം. നമ്മുടെ ഗുരുവിൻ്റെ ഫോട്ടോ വെച്ച്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു വിഗ്രഹം വെച്ച്, ഒരു പ്രതിമ വെച്ച് പ്രാർത്ഥിക്കണം എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സ്വാർത്ഥതയായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ദൗർബല്യമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആഗ്രഹമായിരിക്കാം. അതിന് ഗുരുദേവൻ പുറക്കുമായിരിക്കും. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഗുരുദേവൻ നമ്മോട് പറഞ്ഞു വെച്ചു. കണ്ണാടി ദൈവം വെച്ചു എന്നാണ് പലരും പറയുന്നത്. കണ്ണാടിയിൽ ഗുരുദേവൻ, കണ്ണാടി അവിടെ തർക്കം നടന്നപ്പോൾ, കളർകോട് ക്ഷേത്രത്തിൽ തർക്കം നടന്നപ്പോൾ അവിടെ കൊണ്ടുപോയ വിഗ്രഹം വയ്ക്കാതെ എന്താണ് അവിടെ തർക്കം നടക്കുന്നതെന്ന് കേട്ടപ്പോൾ അതിങ്ങനെ കുറച്ച് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിലുള്ള കുറേ യുക്തിവാദികളും അതുപോലെ തന്നെ കുറേ മുക്തിവാദികളും ഭക്തിവാദികളും തമ്മിലൊക്കെ ഉള്ള തർക്കം നടക്കുന്നതുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു, നിങ്ങളാരും തർക്കിക്കേണ്ട, ഒരു വലിയ കണ്ണാടി വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നിലക്കണ്ണാടി വാങ്ങി അതിൻ്റെ പുറകുവശം ചുരണ്ടി ഓം എന്നാക്കിയതിന് ശേഷം ഫ്രണ്ടിൽ നിന്ന് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ ഓം എന്ന കാണാൻ പറ്റും, അതിൽ തൊഴാനാണ് പറഞ്ഞത്. അല്ലാതെ ഗുരുദേവൻ കണ്ണാടി നോക്കി നിങ്ങളുടെ ഉള്ളിൽ ദൈവമുണ്ട് അതുകൊണ്ട് കണ്ണാടി നോക്കി അങ്ങനല്ല ഗുരുദേവൻ പറഞ്ഞത്. ഓമിനെ, ഓംകാരത്തെ നോക്കാനാണ് പറഞ്ഞത്. അങ്ങനെ വളരെ കൃത്യമായി സനാതനധർമ്മത്തെയും ഇന്ത്യൻ മൂല്യങ്ങളെയും ഭാരതത്തിൻ്റെ തത്വചിന്തകളെയും ഹിന്ദു ആചാരങ്ങളെയും ഒക്കെ പരിഷ്കരിക്കേണ്ടത് പരിഷ്കരിച്ച്, കളയേണ്ടത് കളഞ്ഞ്, പുതുക്കേണ്ടത് പുതുക്കി, മൂശയിലെടുക്കേണ്ടത് മൂശയിലിട്ട്, വേവിക്കേണ്ടതിനെ വേവിച്ച് വളരെ മനോഹരമായ രീതിയിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് പ്രായോഗികമായി പുറത്തു കൊണ്ടുവന്ന ദാർശനികനാണ്, ഗുരുദേവനാണ്, ആചാര്യനാണ്, യുഗവര്യനാണ്, സന്യാസിയാണ്, യുഗപുരുഷനാണ്, ഋഷീശ്വരനാണ്. എന്തല്ല എന്ന് പറയാം. ഏതു പറഞ്ഞാലും അധികമാകാത്ത ആ മഹാഗുരുവിന് പ്രണാമം അറിയിക്കുന്നു. അതോടൊപ്പം മലയാളികളോട് പറയുവാനുള്ളത്, നിങ്ങൾ പൊട്ടന്മാരാണ്, നിങ്ങൾ ഈ ഗുരുവിനെ പഠിച്ചിട്ടില്ല.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗുരുവിനെ അറിയാനും പോകുന്നില്ല. ഗുരു പറയുന്ന ഏതെങ്കിലും വാചകങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ കച്ചവടം നടത്തി നടക്കും. ആരായാലും ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഗുരുദേവൻ എന്തെന്ന് കേരള സമൂഹത്തിന് മനസ്സിലായിട്ടില്ല. ഈഴവ സമുദായത്തിൽ ജനിച്ചു പോയതുകൊണ്ട് ഈഴവരാതി മറ്റ് പിന്നോക്ക വിഭാഗത്തിലെ ആളുകൾ, പിന്നോക്ക വിഭാഗത്തൊന്നും എടുത്തിട്ടില്ല, ഈഴവരായിട്ടുള്ള കുറേയധികം ആളുകൾ ഗുരുദേവനെ ആരാധിക്കുന്നു. മറ്റു സമുദായത്തിലുള്ളവർ അത് വിട്ടുകളയുന്നു. എല്ലാ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും പാണ്ഡിത്യത്തിനും പാമരത്വത്തിനും എല്ലാറ്റിനും അതീതമായിട്ടുള്ള മനുഷ്യജീവനുകളെ കണ്ട മഹാത്മാവിൻ്റെ ആദർശങ്ങളെ, ആശയങ്ങളെ ജാതിമത വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏറ്റെടുക്കുന്നൊരു കാലം വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ആ കാലം വരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യത കൂടിയാണ്.